പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തി CPM നേതാവ് G. സുധാകരൻ. 1989 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചായിരുന്നു സുധാകരന്റെ പരാമർശം. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ നടന്ന NGO യൂണിയൻ പൂർവ്വകാല നേതൃസംഗമത്തിൽ സംസാരിക്കവെയായിരുന്നു വെളിപ്പെടുത്തൽ. ഇതിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്താൽ തനിക്ക് പ്രശ്നമില്ലെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. തപാൽ വോട്ട് ചെയ്യുമ്പോൾ NGO യൂണിയനുകാർ വേറെ ആളുകൾക്ക് ചെയ്യരുത്. കുറച്ചുപേർ അങ്ങനെ ചെയ്യുന്നുണ്ട്. 1989 KV ദേവദാസ് ആലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറിയായിരുന്നു ഞാൻ. പോസ്റ്റൽ ബാലറ്റ് ശേഖരിച്ച് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുവന്നു. അവിടെ വെച്ച് ഞാൻ ഉൾപ്പെടെയുള്ളവർ പോസ്റ്റൽ വോട്ടുകൾ പൊട്ടിച്ചു തിരുത്തിയിട്ടുണ്ട്. അന്ന് CPM സർവീസ് സംഘടനയിലെ അംഗങ്ങളുടെ വോട്ടിൽ 15% ദേവദാസിനെതിരായിരുന്നു. അംഗങ്ങളുടെ പോസ്റ്റൽ ബാലറ്റുകൾ 15% മറിച്ച് ചെയ്തു. NGO യൂണിയനിൽപ്പെട്ടവരെല്ലാം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. അങ്ങനെ പ്രത്യേകം നിഷ്കർഷങ്ങളുമില്ല. രാഷ്ട്രീയമില്ലാത്ത സംഘടനയാണ് NGO. ഏതു പാർട്ടിയിൽപ്പെട്ടവർക്കും ഈ സംഘടനയിൽ ചേരാം. പക്ഷേ ഒരു തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ അത് തുറന്നു പറയണം, ഞാൻ ഈ വ്യക്തിക്കാണ് വോട്ട് ചെയ്യുക എന്ന്. അല്ലാതെ പോസ്റ്റൽ ബാലറ്റ് ഒട്ടിച്ചു തന്നാൽ നിങ്ങളുടെ തീരുമാനം ആരും അറിയില്ല എന്ന് കരുതരുത്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്ന് വക്കം പുരുഷോത്തമന് എതിരായിട്ടായിരുന്നു ദേവദാസ് മത്സരിച്ചത്. യൂണിയനിലെ മിക്കവർക്കും ദേവദാസിനെ അറിയില്ലായിരുന്നുവെന്നും അതുകൊണ്ടാണ് അത്തരം ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നതെന്നും അദ്ദേഹം പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ 18,000 വോട്ടിന് ദേവദാസ് തോൽക്കുകയും ചെയ്തിരുന്നു. Subscribe to One India and never miss an update.